ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ പ്രമുഖ ഹിന്ദു സമുദായ നേതാവിനെ കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പൂജ ഉപജൽ പരിഷത്തിന്റെ ബീരാൽ ഘടകം വൈസ് പ്രസിഡന്റ് ഭാവേഷ് ചന്ദ്ര റോയിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വളരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുകയും മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടിലേക്ക് തന്നെ മൃതദേഹം തിരികെ അയക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. വടക്കൻ ബംഗാളിലെ ദിനാജ്പൂർ ജില്ലയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 ഒരു ഫോൺ കോൾ വന്നതായും ഭാവേഷ് വീട്ടിലുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അക്രമികൾ വീട്ടിലെത്തിയതെന്നും ഭാവേഷിന്റെ ഭാര്യ പറയുന്നു. 2 ബൈക്കുകളിലായി എത്തിയ 4 പേർ ബലം പ്രയോഗിച്ച് ഭാവേഷിനെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു ചെയ്തതും. അതുപോലെ തന്നെ നരഭാരി ഗ്രാമത്തിലെത്തിച്ച ഭാവേഷിനെ അവിടെ വെച്ച് ക്രൂരമായ പീഡനത്തിനും ആക്രമണത്തിനും വിധേയമാക്കുകയും ചെയ്തു. പിന്നീടാണ് മൃതദേഹം വാനിൽ വീട്ടിലേക്ക് തന്നെ തിരികെ അയച്ചതും. കുടുംബാംഗങ്ങൾ അദ്ദേഹം പ്രാദേശിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ദിനാജ്പൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. എന്നാൽ ഭാവേഷിനെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും അതിനു മുൻപേ തന്നെ മരണം സംഭവിച്ചതായാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായും ബീരാൽ പോലീസ് പറഞ്ഞു. അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയവരിൽ 2 പേരെ ഭാവേഷിന്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇത്തരത്തിൽ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ക്രൂരതയുടെ വാർത്തകൾ ഇതിനോടകം തന്നെ പലകുറി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ജീവന് നേരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ സംരക്ഷണവും ഇടക്കാല സർക്കാർ നൽകുന്നില്ല എന്നതാണ് മറ്റൊരു വ്യക്തമായ തെളിവ്. അതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് സൂചിതമാക്കുന്നതും. അതേസമയം ബംഗ്ലാദേശുമായുള്ള വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടാൻ ഇന്ത്യക്ക് ഉദ്ദേശമില്ല എന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം ധക്കയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വ്യാപാര നീക്കങ്ങൾ അനുകൂലമല്ല എന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. 2020 ബംഗ്ലാദേശിന് നൽകിയ ട്രാൻസ് ഷിപ്മെന്റ് സൗകര്യമാണ് ഇന്ത്യ അടുത്തിടെ പിൻവലിച്ചിരുന്നത്. ഇന്ത്യൻ തുറമുഖങ്ങളിലെയും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിലെയും തിരക്ക് കുറയ്ക്കുന്നതിനായിട്ടാണ് ഈ നീക്കമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നതും. നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കുമുള്ള ബംഗ്ലാദേശിന്റെ കയറ്റുമതിയെ ഈ നടപടി ബാധിക്കില്ല എന്നും ഇന്ത്യ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യ ഈ നടപടി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും പ്രതികൂലമായ ചില നീക്കങ്ങൾ ഉണ്ടായതായും പരിശോധിക്കേണ്ടതാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ ട്രാൻസ്ഷിപ്മെന്റിന്റെ സൗകര്യം ഇന്ത്യ തടയുന്നതിന് മുൻപേ തന്നെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ വ്യാപാര ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്ന നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇന്ത്യയുമായി വ്യാപാരം പങ്കുവയ്ക്കുന്ന 3 തുറമുഖങ്ങൾ അടച്ചുപൂട്ടുമെന്നും അതുപോലെ തന്നെ നൂൽ ഇറക്കുമതി തടയാനുള്ള തീരുമാനങ്ങൾ ബംഗ്ലാദേശ് എടുത്തത് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു. ജാഗ്രത ശക്തമാക്കണമെന്ന് ബെനാപോൾ കസ്റ്റംസ് ഹൌസിൽ വെച്ച് ധക്ക എടുത്ത തീരുമാനവും ഒരു നയതന്ത്ര നീക്കവുമായി ഇത് കണക്കാക്കാം. നൂൽ ഇറക്കുമതി തടയാനുള്ള തീരുമാനം വസ്ത്ര കയറ്റുമതി വ്യാപാരികളെ സംബന്ധിച്ച് ആത്മഹത്യാപരമാകുമെന്ന് ബംഗ്ലാദേശ് വസ്ത്ര നിർമ്മാതാക്കൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് ബംഗ്ലാദേശ് ഇതുവരെയും ചെവി കൊടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.